ഒരു സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ്. എല്ലാ മനുഷ്യൻ്റെയും സ്വപ്നമാണ്. അതിനുവേണ്ടി നമ്മൾ ഉള്ള കാശൊക്കെ സ്വരൂപിച്ച് സ്വർണ്ണമെല്ലാം വിറ്റുപറക്കി കടമൊക്കെ വാങ്ങിച്ച് ഒരു ഭൂമി വാങ്ങിക്കും. 5 സെൻറ്റ് ഭൂമി. ഈ ഭൂമി വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മൾ മൂക്കറ്റം കടം. അത് കഴിയുമ്പോൾ പിന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടോ? അത്യാഗ്രഹമാണെന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്, ഒരു ചെറിയൊരു വീട് വെക്കണം. പൈസ ഇല്ല, എവിടെ നിന്നെങ്കിലും നമുക്ക് കട കൊടുക്കാം, ലോൺ എടുക്കാം. അങ്ങനെ നമ്മൾ ബാങ്കിൽ പോകുന്നു, ലോൺ എടുക്കുന്നു. അപ്പം ബാങ്കുകാരുടെ വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വീടെന്നുള്ളത് ഒരു വലിയ വീടായി, പിന്നെ അത് 2 നിലയായി. കടം കിട്ടുകയാണല്ലോ, നമ്മൾ വാങ്ങിക്കും, അതിന് ലോൺ കിട്ടുന്നു, അത് വാങ്ങിച്ച് നമ്മൾ വീട് വയ്ക്കുന്നു. പക്ഷെ ഇതെങ്ങനെ തിരിച്ചടയ്ക്കും? ഈ ചിന്ത അപ്പോഴൊന്നും നമുക്ക് വരില്ല. എങ്ങനെയെങ്കിലും തിരിച്ചടക്കാം. ഈ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞതിലുള്ള ഈ എങ്ങനെ, അത് നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല. എപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് അറിയാമോ? ഈ ലോണിന്റെ കുടിശ്ശിക കൂടി അവസാനം ബാങ്കുകാർ വന്ന് ഇത് ജപ്തി ചെയ്തിട്ട് നമ്മളിങ്ങനെ കോളറിന് പിടിച്ചെടുത്ത് പുറത്ത് കളയും, നമ്മളെ കുടുംബത്തെ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെ അടയ്ക്കുമായിരുന്നു എന്നുള്ള ആ ഒരു എങ്ങനെയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കയ്യിലുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമുക്ക് എന്നും വാടക വീടാണെങ്കിലും മനസ്സമാധാനത്തോടുകൂടി കിടക്കാം. കൊക്കിൽ ഒതുങ്ങുന്നതേ നമ്മൾ കൊത്താൻ പാടുള്ളൂ.